കർഷകർക്ക് നേരെ അതിർത്തിയിൽ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭു എന്ന സ്ഥലത്താണ് സംഘർഷമുണ്ടായത്. ഡൽഹി ലക്ഷ്യമാക്കി ചലോ ദില്ലി മുദ്രാവാക്യവുമായി ഡൽഹിയിലേക്ക് വന്ന കർഷക സംഘത്തിന് നേരെയാണ് പോലീസ് നടപടി ഉണ്ടായത്. ഹരിയാന പോലീസിന്റെ നടപടിയാണ് കർഷകർക്ക് നേരെ ഉണ്ടായത്. കർഷകരെ ഡൽഹിയിലേക്ക് കടത്തിവിടില്ല എന്നതാണ് ഹരിയാന സർക്കാരിന്റെ നിലപാട്. അതിർത്തിയിൽ കർഷകരെ തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. 20ലധികം കർഷകർക്ക് പരിക്കേറ്റു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു കർഷകർക്ക് നേരെ, ട്രാക്ടറുകളിലും മറ്റും. പക്ഷേ പോലീസിന്റെ നടപടിയിൽ പിൻവാങ്ങാതെ ഡൽഹി ലക്ഷ്യമാക്കി കർഷകർ നീങ്ങുന്നു എന്ന വിവരവുമുണ്ട്. അനൂപ് ദാസും അർജുൻ പീതാംബരനുമാണ് വിവരങ്ങളുമായി തുടരുന്നത്. അനൂപ്, കർഷകർ വീണ്ടും ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ സമാനമായ സാഹചര്യം പലയിടത്തും ഉണ്ടാകില്ലേ? സമാനമായ സാഹചര്യം പലയിടത്തും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുരുക്ഷേത്ര, അംബാല, പാനിപ്പത്ത്, സോണിപ്പത്ത് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ കടന്നു വേണം ഡൽഹി അതിർത്തിയിലേക്ക് കർഷകർക്ക് എത്താൻ. ഈ വഴിയിലാകെ വലിയ തടസ്സം ഹരിയാന സർക്കാർ, ഹരിയാന പോലീസ് സൃഷ്ടിച്ചവരെ ഏതാണ്ട് അഞ്ചിടങ്ങളിൽ മാത്രം വലിയ സന്നാഹമുണ്ട്. ആ 5 ഇടങ്ങളിൽ പോലീസ് നേരിടും. അതും കടന്നു വേണം ഡൽഹി അതിർത്തിയിലേക്ക് എത്താൻ. അതിർത്തിയിലേക്ക് എത്തിയാൽ ഇവിടെയും കനത്ത സന്നാഹങ്ങളുണ്ട്. പക്ഷേ എന്ത് തന്നെ പ്രതിബന്ധങ്ങൾ മുന്നിൽ തീർത്താലും അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുമെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 മാസത്തേക്ക് ഡൽഹിയിൽ കഴിയാനുള്ള സാധന സാമഗ്രികളുമായിട്ടാണ് ട്രാക്ടറിൽ കർഷകർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശംഭു അതിർത്തിയിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി വിശദീകരിക്കാം. പഞ്ചാബിൽ നിന്ന് സമരത്തിനെത്തിയ കർഷകർ, ട്രാക്ടറുമായി സമരത്തിനെത്തിയ കർഷകർ ശംഭു അതിർത്തി കടന്ന് ഹരിയാനയിലേക്ക് പോകാനുള്ള ശ്രമമായിരുന്നു. പഞ്ചാബ് പോലീസ് അതിർത്തിയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു. എന്നാൽ ഹരിയാന പോലീസ് അങ്ങനെ മാറിയില്ല. അവർ ഒരുക്കിയ ബാരിക്കേഡിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം കർഷകർ നടത്തിയപ്പോൾ അതിനെ തടയാൻ പോലീസും ശ്രമിച്ചു. ആദ്യം ഒരു റൗണ്ട് ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉപയോഗിച്ചു. പക്ഷേ കർഷകർ പിരിഞ്ഞു പോകാനോ പിന്നോട്ട് മാറി നിൽക്കാനോ തയ്യാറായില്ല. കർഷകർ മുന്നോട്ട് തന്നെ പോയി. അതിനുശേഷം വീണ്ടും ടിയർ ഗ്യാസ് ഷെല്ലുകൾ തുടർച്ചയായി പ്രയോഗിച്ചു. എന്നാൽ ടിയർ ഗ്യാസ് ഷെല്ലുകളെ വകവെക്കാതെ കർഷകർ മുന്നോട്ട് പോയി. ഈ സംഘർഷത്തിനിടയിൽ ഏതാണ്ട് 20ഓളം കർഷകർക്ക് പരിക്ക് പറ്റിയെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറികടന്ന് മുന്നോട്ട് പോയ കർഷകരിൽ ചിലരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചയുണ്ട്. ഹരിയാനയിൽ 4 താൽക്കാലിക ജയിലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ താൽക്കാലിക ജയിലിലേക്ക് കർഷകരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്ത ആളുകളെ മാറ്റും. ബാക്കി കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ശംഭു അതിർത്തിയിൽ അതിരൂക്ഷമായ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. ദില്ലി ചലോ മാർച്ച് ഡൽഹിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടയിലാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷമുണ്ടായി. ഇന്നലെ മണിക്കൂറുകൾ നീണ്ടുനിന്ന കേന്ദ്രമന്ത്രിമാരുടെ ചർച്ച. പക്ഷേ ചർച്ചയിലും ഒരു സമവായത്തിലേക്ക് എത്തിയില്ല. സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നതായിരുന്നു കർഷകരുടെ നിലപാട്. അതിന് പിന്നാലെയാണ് പോലീസ് നടപടി കർശനമാക്കിയിരിക്കുന്നത്. 10 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി ഇപ്പോൾ എത്തുന്നത്. ഡ്രോൺ വഴി ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസിലൂടെ കാണാം. കർഷകർക്ക് നേരെ വലിയ പോലീസ് നടപടിയാണ് അവിടെ ഉണ്ടായത്. ഡ്രോൺ വഴി ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. നേരത്തെ പോലീസ് നേരിട്ടാണ് ടിയർ ഗ്യാസ് ഷെല്ലുകളും ഗ്രനേഡുകളും സമരക്കാർക്ക് നേരെ പ്രയോഗിക്കാറുള്ളത് എങ്കിൽ ഇപ്പോൾ ഡ്രോൺ വഴി അകലെ നിന്നുകൊണ്ട് തന്നെ കർഷകരെ തടയുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഡ്രോൺ വഴിയും ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഘർഷം ശംഭു അതിർത്തിയിൽ തുടരുന്നു എന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പലയിടത്തും സമാനമായ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും കർഷക സംഘങ്ങൾ ഡൽഹിയെ ലക്ഷ്യമാക്കി എത്തുന്നത്. 2ാം കർഷക സമരത്തിന് തീരുമാനിച്ചതിന് പിന്നാലെ ഇന്നലെ രാത്രി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ കേന്ദ്രമന്ത്രിമാർ കർഷക പ്രതിനിധികളുമായി നടത്തിയിരുന്നു. പക്ഷേ സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ പാളിപ്പോയി. അതിന് പിന്നാലെയാണ് ഡൽഹി ലക്ഷ്യമാക്കി കർഷകർ നീങ്ങിയത്. ആ കർഷക സംഘത്തിന് നേരെയാണ് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് പോലീസിന്റെ നടപടിയുണ്ടായത്. ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഡ്രോൺ ഉപയോഗിച്ച് കർഷകർക്ക് നേരെ പ്രയോഗിക്കുന്നതിന്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിർത്തിയിൽ നിന്ന് 20ഓളം കർഷകർക്ക് പരിക്ക് പറ്റിയെന്നാണ് പ്രാഥമികമായ വിവരം. അതേസമയം 100 കണക്കിന് ട്രാക്ടറുകളിലും മറ്റും കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി പല വഴിക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ ഏത് വഴിക്കെത്തിയാലും ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്.